പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അറിയണം, നമ്മളിത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം കേരളത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലേക്കും വേണ്ട 68 ലക്ഷം പാഠപുസ്തകങ്ങൾ പ്രിന്റിംഗ് പൂർത്തിയായി പ്രിന്റിംഗ് പബ്ലിഷിംഗ് ഹൗസ് അതാത് വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. ഈ 13-ാം തീയതി, ഏത് 13-ാം തീയതി? മാർച്ച് മാസം 13-ാം തീയതി സ്കൂൾ പൂട്ടുന്നതിന് മുമ്പ് 68 ലക്ഷം വിദ്യാർത്ഥികളും ഈ ഫെബ്രുവരി 13-ന്, മാർച്ചല്ല, ഫെബ്രുവരി 13-ന്, അതായത് ഈ കൊല്ലത്തെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ അടുത്ത കൊല്ലത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ തയ്യാറാണ്. മുഴുവൻ പാഠപുസ്തകങ്ങളും അച്ചടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സർക്കാരാണോ വേണ്ട എന്ന് പറയുന്നത്? പകരം ഏത് സർക്കാരാണ് വരണമെന്ന് പറയുന്നത്? ഓണം നേരത്തെ വന്നതുകൊണ്ട് പാഠപുസ്തകം അച്ചടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പരിഭവം പറയുന്ന, ക്ഷമാപണം പറയുന്ന ഒരു സർക്കാരിനെയാണോ ഈ ഭരണം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്? അതാണോ കവി സച്ചിദാനന്ദ മാഷ് ഉദ്ദേശിച്ചത്? അത് പാഠപുസ്തകങ്ങൾ ചെറിയ കാര്യമല്ല. അങ്ങ് പറഞ്ഞില്ലേ, നിരാലംബരായ മനുഷ്യരെ ചേർത്തു പിടിക്കുന്ന സംവിധാനം ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ഈ ക്ലാസ് മൊബിലിറ്റി ഉണ്ടാവുന്നത് അങ്ങനെയാണ്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് സാധാരണ ഓട്ടോറിക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ, കൂലിവേല ചെയ്യുന്ന മനുഷ്യരുടെ, അൺഓർഗനൈസ്ഡ് ആയിട്ട് പണിയെടുക്കുന്ന മനുഷ്യരുടെ ഒക്കെ മക്കൾ, അവർ MBBS പഠിക്കാൻ പോകുന്നത്, അവർ എഞ്ചിനീയറിംഗിലേക്ക് പഠിക്കാൻ പോകുന്നത്, നഴ്സിംഗിന് പഠിക്കാൻ പോകുന്നത്, അവർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പഠിക്കാൻ പോകുന്നത് ഈ പൊതുവിദ്യാഭ്യാസ രംഗം കേരളത്തിൽ ശക്തമായതുകൊണ്ടാണ്. നിങ്ങൾക്കറിയണമെങ്കിൽ സച്ചിദാനന്ദൻ മാഷ് തന്നെ ഏറെക്കാലം ഉണ്ടായിരുന്ന ഡൽഹിയിലെ പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ആപ്പ് വരുന്നതുവരെ അവിടെ എത്രമാത്രം എക്സ്പെൻസീവ് ആ വിദ്യാഭ്യാസം. കേരളത്തിൽ അങ്ങനെയാണോ? കേരളത്തിൽ ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസമല്ലേ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് മൊബിലിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള പദ്ധതികളല്ലേ നമ്മൾ നടപ്പിലാക്കുന്നത്? അത് പൊതുവിദ്യാഭ്യാസ രംഗം. അത് കഴിഞ്ഞാലോ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് സാർവത്രികരണം നടപ്പിലാക്കിയില്ലേ? ബിരുദതലം വരെ സൗജന്യമാക്കിയ സർക്കാരല്ലേ? ഈ സർക്കാരാണോ തുടരണ്ട എന്ന് കവി സച്ചിദാനന്ദൻ മാഷ് ഉദ്ദേശിക്കുന്നത്? പകരം ആദ്യത്തെ 100 റാങ്ക് എടുത്തു നോക്കിയാൽ ഒരു സർവകലാശാല പോലും റാങ്കിങ്ങിൽ വരാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലമാണോ തിരിച്ചു വരണമെന്ന് സച്ചിദാനന്ദൻ മാഷ് ഉദ്ദേശിക്കുന്നത്? ഇന്നിപ്പോൾ ആദ്യത്തെ 50 സർവകലാശാലകൾ എടുത്താൽ 4 കേരളത്തിലാണ്. ആദ്യത്തെ 100 മികച്ച കോളേജുകൾ എടുത്താൽ 6 കേരളത്തിലേതാണ്. അതിലൊന്ന് സർക്കാർ കോളേജാണ്, അത് യൂണിവേഴ്സിറ്റി കോളേജാണ്. NIRFന്റെ റാങ്കിങ്ങിൽ സർവകലാശാലകൾ മുന്നിൽ നിൽക്കുന്നു. ബിരുദതലം വരെ കേരളത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കാൻ പോവുകയാണ്. ഈ സർക്കാരാണോ തുടരേണ്ടതില്ല എന്ന് കവി സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്? ഈ തുടർഭരണമാണോ നമുക്ക് ആപത്താണ് എന്ന് പറയുന്നത്? കേരളത്തിലെ രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നതിന് ശേഷം 45,000-ഓളം ക്ലാസ് മുറികൾ ഹൈടെക്കും സ്മാർട്ടുമായിട്ടുണ്ട്. കേരളത്തിലെ ഡ്രോപ്പ് ഔട്ടുകളുടെ എണ്ണം കുറഞ്ഞു. ദേശീയ ശരാശരി അനുസരിച്ച് ഏറ്റവും കൂടുതൽ സൗജന്യ വിദ്യാഭ്യാസം നൽകുകയും ഡ്രോപ്പ് ഔട്ട് റേറ്റ് കുറയുകയും ചെയ്ത സംസ്ഥാനമായിട്ട് കേരളം മാറി. പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നിരവധി സ്കീമുകൾ കൊണ്ടുവരുന്ന സംവിധാനങ്ങളുണ്ടായി. അവർക്ക് വേണ്ടി പ്രത്യേക പ്രോജക്റ്റുകളുണ്ടായി. കുട്ടികൾ ഒരാൾ പോലും പഠിക്കാൻ കഴിയാതെ പുറത്തു നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കി ഇൻക്ലൂസീവായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയല്ലേ നമ്മൾ നടപ്പിലാക്കിയത്? ഇത് വിദ്യാഭ്യാസത്തിന്റെ കാര്യം മാത്രം. ആരോഗ്യമേഖലയിലേക്ക് വരൂ. ആരോഗ്യമേഖലയിലേക്ക് വന്നാൽ ആരോഗ്യമേഖലയിൽ ചികിത്സാ ചെലവ് എത്രമാത്രം കുറയ്ക്കുന്നു? ഈ കേൾക്കാത്ത ശബ്ദങ്ങളെ കേൾപ്പിക്കുന്നു എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. മനുഷ്യർക്ക് ജീവൻ കൊടുക്കുക, അവനെ രോഗവുമായിട്ടുള്ള യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ പിടിച്ചവനെ തിരികെ കൊണ്ടുവരാനുള്ള ശേഷി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദിവസം ഞങ്ങളിരിക്കുന്ന ഈ റിപ്പോർട്ടറിന്റെ സ്റ്റുഡിയോയുടെ തൊട്ടടുത്താണ് കൊച്ചിയിലെ ക്യാൻസർ സെന്റർ ഉദ്ഘാടനം ചെയ്തത്. 370 രോഗികൾക്കാണ് ആ ക്യാൻസർ സെന്ററിൽ ഇനി ചികിത്സിക്കാൻ കഴിയുക. 12ഓളം ഓപ്പറേഷൻ തിയേറ്ററുകളാണ് അവിടെ തുറക്കാൻ പോകുന്നത്. കല്ലിട്ടു പോയതേ ഉള്ളൂ. ഇന്ന് ഈ കാണുന്ന രീതിയിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും ക്യാൻസർ സെന്ററുകൾക്ക് തുല്യമായ രീതിയിൽ ഒരു മികച്ച ക്യാൻസർ ഗവേഷണ കേന്ദ്രം ഇന്ന് തുറന്നിരിക്കുകയാണ്. ഈ സർക്കാരാണോ വേണ്ട എന്ന് പറയുന്നത്? ആരോഗ്യ മേഖലയിലേക്ക് വന്നാൽ നോക്കൂ, 42.5 ലക്ഷം പേർക്ക് എവിടെ നിന്നാണ് നോക്കൂ, 28 ലക്ഷം പേരിൽ നിന്ന് 42 ലക്ഷത്തിലധികം ആളുകൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കിയ സർക്കാർ. തുടർഭരണം വേണ്ടേ? സച്ചിദാനന്ദൻ മാഷെ, ഏത് ഭരണത്തെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആശുപത്രിയിൽ പോയാൽ ചികിത്സയില്ലാത്ത, സ്കാനിംഗ് മെഷീനുകൾ തുടർച്ചയായിട്ട് പണിമുടക്കിയിരുന്ന, ഓപ്പറേഷൻ തിയേറ്ററുകൾ അടച്ചിട്ടിരുന്ന, സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ലോബിയായിട്ട് വളർന്നിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകണമെന്നാണോ പറയുന്നത്? ജനറൽ ആശുപത്രികളിൽ സർജറികൾ, ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്ന കാലം, 12 ആശുപത്രികളിൽ നിന്ന് കാത്ത് ലാബ് വന്ന സംവിധാനം നോക്കൂ. ഒരു സാധാരണക്കാരന്റെ ചികിത്സാ ചെലവ് ഗ്രാമീണ മേഖലയിൽ അത് 17,000 രൂപയായിരുന്നത് 17,054 രൂപയായിരുന്ന UDF കാലത്ത് നിന്നും 10,729 രൂപയായി ഗ്രാമീണ മേഖലയിൽ ചികിത്സാ ചെലവ് കുറഞ്ഞു. ഈ സർക്കാരാണോ വേണ്ട എന്ന് വയ്ക്കുന്നത്? പകരം ഏത് സർക്കാരിനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഗ്രാമീണ ചികിത്സാ ചെലവും നഗര ചികിത്സാ ചെലവും ഈ സർക്കാരിനേക്കാൾ ഏകദേശം ഇരട്ടിയോളം നിന്നൊരു കാലഘട്ടത്തെയാണോ അല്ലെങ്കിൽ ഒരു ഭരണത്തെയാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? അപ്പോൾ റാൻസിറിന്റെ വാക്കുകൾ അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുകയും കേൾക്കാത്ത ശബ്ദങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യുന്നതാവണം ഭരണമെങ്കിൽ ഈ തുടർഭരണം ആപത്താവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വീട്, അവർക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം. വീടിന്റെ കാര്യം നോക്കൂ. ഒരു ദിവസം 182 പേർക്കാണ് സൗജന്യമായി ഈ കേരളത്തിൽ വീട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 182 പേർക്ക് കിടപ്പാടം നൽകുന്ന സർക്കാരിന്റെ ഭരണമാണോ തുടർഭരണമാണോ ആപത്താണ് എന്ന് കവി സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്? മൊത്തം 87 പേർക്ക് ഒരു ദിവസം എന്ന മട്ടിൽ തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന 3 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെയാണോ വേണ്ട എന്ന് സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്? ഒരു ദിവസം 119 പേർക്ക് പട്ടയം നൽകിക്കൊണ്ടിരിക്കുന്ന എന്ന കണക്കിൽ പട്ടയം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിന്റെ തുടർഭരണമാണോ ആപത്താണ് എന്ന് സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്? എങ്ങനെ നിങ്ങൾ തുലാസിൽ തൂക്കി നോക്കിയാലും നോക്കൂ, ഒരു സർക്കാരിനെ വിലയിരുത്താൻ
നിങ്ങൾ ഭരണത്തിന്റെ മികവ്, വികസന പദ്ധതി, ഏകദേശം 90,000 കോടിയുടെ കിഫ്ബി വികസന പദ്ധതികൾ, അതിൽ തന്നെ സ്റ്റാർട്ടപ്പ് പദ്ധതികളുടെ ഭാഗമായിട്ട് വരുന്ന 7,400 കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, അന്തർദേശീയ മേഖലയിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ നിന്ന് പോലും നിക്ഷേപം സ്വീകരിക്കുന്ന വ്യവസായ സൗഹൃദ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സർക്കാർ, ഈ സർക്കാരിന്റെ തുടർഭരണമാണോ ആപത്താണ് എന്ന് സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്? മാഷ് ഒരു കാര്യം കൂടി മാത്രം ചോദിച്ചോട്ടെ, ഈ തുടർഭരണം ആപത്താണെങ്കിൽ 1ാം EMS സർക്കാരിന്റെ കാലം ആ തുടർഭരണം ഇല്ലാതെ പോയതാണോ മാഷ് ആഗ്രഹിക്കുന്നത്? എന്തായിരുന്നു EMS നമ്പൂതിരിപ്പാടിന്റെ 1987 സർക്കാർ ചെയ്തത്? അത് ചെയ്യാതെ പോയത് വിമോചന സമരം വന്നത് കാരണം അന്ന് മിച്ചഭൂമിയുടെ വിതരണം പൂർത്തിയാകാതെ പോയി. ആ സർക്കാർ അന്ന് അധികാരത്തിൽ തുടർന്നിരുന്നു പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ മിച്ചഭൂമിയുടെ വിതരണം പൂർത്തിയാക്കുമായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? കണക്കുകൾ പറയുന്നു. ഇടതു സഹയാത്രികനായ ഗോപകുമാർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. 1957 മുതൽ 59 വരെ മാത്രം തുടർന്ന EMS സർക്കാരാണ് ഒരുപക്ഷെ ഐക്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നിയമസഭയിലൂടെ തുടക്കം കുറിച്ചത്. ആ സർക്കാരിനെ താഴെയിട്ടത് എന്തിനു വേണ്ടിയാണ്? വിമോചന സമരത്തെ അംഗീകരിക്കുന്നുള്ളൂ സച്ചിദാനന്ദൻ മാഷ്. തുടർഭരണം ആപത്താണെന്ന് പറയുമ്പോൾ ആ EMS നമ്പൂതിരിപ്പാടിന്റെ സർക്കാർ 62 വരെ ഭരിച്ചിരുന്നെങ്കിൽ 1960 മുതൽ 63 വരെ ഏകദേശം 4 ലക്ഷം ഹെക്ടറിലേറെ ഭൂമി കൈമാറ്റത്തിലൂടെ ഇവിടുത്തെ ഭൂവുടമകൾ സ്വന്തമാക്കില്ലായിരുന്നു. അതിന്റെ അർത്ഥം ഈ മിച്ചഭൂമി വിതരണത്തെ പൂർണ്ണമായിട്ടും അട്ടിമറിക്കാൻ വേണ്ടി ഭൂവുടമകൾ 3 വർഷം കൊണ്ടാണ്, കണക്കുകൾ പ്രകാരം 1960 മുതൽ 63 വരെയുള്ള 3 വർഷക്കാലമാണ് ഈ ഭൂമി മുഴുവൻ അവരുടെ പേരിലേക്ക് മാറ്റി ക്രയവിക്രയം ചെയ്തത് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അതായത് മിച്ചഭൂമി വിതരണത്തെയും ഭൂപരിഷ്കരണത്തെയും അട്ടിമറിക്കാൻ ഈ സംവിധാനത്തിന് സാധ്യത കൊടുത്തത് വിമോചന സമരമാണ്. സച്ചിദാനന്ദ മാഷ് വിമോചന സമരത്തെ പിന്തുണയ്ക്കുമോ? ആ സർക്കാർ തുടർന്നിരുന്നുവെങ്കിൽ കേരളത്തെ ഒരുപക്ഷെ EMS നമ്പൂതിരിപ്പാടിന്റെ സർക്കാർ 1957 മുതൽ 62 വരെയും 62 മുതൽ 67 വരെയും മാറിയിരുന്നെങ്കിൽ നമ്മൾ 63 വരെ കാത്തിരിക്കേണ്ടി വരുമായിരുന്നോ? ഈ കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞ പിണറായി സർക്കാർ 2ാം LDF സർക്കാർ വന്നതിനു ശേഷം കേരളത്തിൽ അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ലേ? ഉണ്ടായി. അതാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആ വലിയ പദ്ധതി സർക്കാരിൻ്റെ ഒരു വലിയ എഫേർട്ടായിരുന്നു, വലിയ ഏകോപനമായിരുന്നു. റവന്യൂ വകുപ്പ്, ജലഗതാഗത വകുപ്പ്, സിവിൽ സപ്ലൈസ് വകുപ്പ്, പഞ്ചായത്ത് തദ്ദേശ സ്ഥാപന വകുപ്പ്, KSCB, അങ്ങനെ ആരോഗ്യ വകുപ്പ്, അങ്ങനെ കേരളത്തിലെ എല്ലാ വകുപ്പുകളും കേരളത്തിലെ അതിദരിദ്രരായ മനുഷ്യരെ 16,000-ലധികം ആളുകളെ നേരിട്ട് കണ്ട് അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കുക. ദാരിദ്ര്യമുക്തമല്ല, അത് മറ്റൊരു ആശയമാണ്. അതിദാരിദ്രരായ അങ്ങേയറ്റം നിരാലംബരായ മനുഷ്യരെ ഉയർത്തുകയും അവരെ കണ്ടെത്തുകയും ചെയ്യാൻ നടത്തിയ ശ്രമമല്ലേ റാക് റാൻസിയറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു തുടർഭരണം വേണ്ടാത്തത്? അതിദാരിദ്ര്യമുക്തമാക്കിയ കേരളത്തിന് ഈ സർക്കാരിനെ അർഹിക്കുന്നില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. 2, പാവപ്പെട്ട മനുഷ്യരുടെ ശബ്ദങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചപ്പോൾ നോക്കൂ, എന്താണ് കേരളത്തിന്റെ പ്രത്യേകത? നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ സംസാരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ അദൃശ്യരായ മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുകയാണെന്ന് ചിലർക്കെങ്കിലും വിമർശനം. നേട്ടങ്ങളെക്കുറിച്ച് പറയണം, കാരണം ഒരു തുടർഭരണം വേണ്ടതില്ല എന്ന് കണ്ടെത്തുന്നത് റാക് റാൻസിയറിന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങളായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വിശ്വസിക്കുന്നതിനകത്തൊരു ക്ലാസ് മൊബിലിറ്റി എന്ന് പറയുന്നത് ഒന്ന് കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്.